നമസ്കാരം. നിലനിൽക്കാൻ കാരണം എന്താ അറിയും? നമ്മളെ പോലുള്ള ന്യൂനപക്ഷങ്ങളാണ് ഇല്ലെങ്കിൽ ഉമ്മരെ എന്നെ നമ്മളെ കഴിച്ചിട്ട് പോയ ഉമ്മര് മനസ്സിലാവുന്നുണ്ട്. അതിവിടെ കസാര ഇട്ടിരിക്കുന്നവർക്കും കാണാൻ വേണ്ടി 2 കാലം മണിക്കൂറായിട്ട് നിൽക്കുന്നവർ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയില് സ്വതന്ത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടാൻ പറ്റുന്നത്, വിപ്ലവ പാട്ടുകൾ പാടാൻ പറ്റുന്നത്, സഹമനുഷ്യരെ സ്നേഹിക്കാനും സഹായിക്കാനും പറ്റുന്നത് ഇവിടെ ന്യൂനപക്ഷ ജനങ്ങള് ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. മക്കളെ ഇനിയൊക്കെ മൂഞ്ചി പോയനെ. ഒരു 3-4 മാസത്തിന് ഇലക്ഷൻ വരികയാണ്. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക. ഈ ചെറുക്കൻ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായ കുറച്ച് കാര്യമുണ്ട്. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായത്. ആദ്യം ആ ചെറുക്കൻ പറയുന്നത് തന്നെ, നമ്മൾ ന്യൂനപക്ഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കാനുള്ള കാരണം, ഇവിടെ ന്യൂനപക്ഷങ്ങളൊക്കെ നമ്മളെപ്പോലുള്ള ന്യൂനപക്ഷങ്ങൾ ശക്തരായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ റാപ്പർ വേടൻ്റെ പരിപാടി കാണാൻ വരുന്നവരൊക്കെ ഇവൻ ഉദ്ദേശിക്കുന്ന പോലെ ന്യൂനപക്ഷക്കാരാണോ, അല്ലെങ്കിൽ ന്യൂനപക്ഷക്കാർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടാണോ അവൻ പാടുന്നത്? ഇവൻ എങ്ങനെയാണ് ന്യൂനപക്ഷക്കാരനാവുന്നത്? ഇവൻ ഹിന്ദു മതത്തിലെ അവിടെ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. അവൻ എങ്ങനെയാണ് ന്യൂനപക്ഷമാവുന്നത്? അവർ ന്യൂനപക്ഷമല്ല, ഒരിക്കലും ഇന്ത്യയിൽ അവർ ന്യൂനപക്ഷമല്ല. ഇവിടുത്തെ ന്യൂനപക്ഷം എന്നൊക്കെ പറയുന്നവരെക്കാൾ കൂടുതൽ അംഗസംഖ്യയുള്ളവരാണ് ഈ പറഞ്ഞ ഈ വേടൻ്റെയൊക്കെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഒരിക്കലും അവരെ ന്യൂനപക്ഷം എന്ന് കൂട്ടാനേ പറ്റില്ല, ന്യൂനപക്ഷമായിട്ട് വരില്ല. ഇപ്പോൾ ഹിന്ദുക്കളിൽ എത്രയൊക്കെ ജാതി ഉണ്ടെന്ന് പറഞ്ഞാലും അവരെ ഭൂരിപക്ഷത്തിൻ്റെ ഗണത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലും ന്യൂനപക്ഷത്തിൻ്റെ ഗണത്തിൽ ഹിന്ദുമതം വരില്ല. ഈ വേടൻ ഇപ്പോഴും ഹിന്ദുവിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അതിനാൽ നമ്മൾ ന്യൂനപക്ഷങ്ങൾ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം, അല്ലെങ്കിൽ അവർ വന്ന് തിന്നു കളയും എന്നൊക്കെ പറയുന്നത് ഇവൻ ആരെ ഉദ്ദേശിച്ചാണ്? ഈ വേടന് തുടക്ക സമയത്ത് വേദിയൊക്കെ ഒരുക്കി കൊടുത്തത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നൊരു ആരോപണം കുറേ കാലം മുമ്പ് തൊട്ട് ഉള്ളതാണ്. ഈ വേടൻ്റെ പേര് നമ്മൾ കേൾക്കുന്ന സമയം മുതലേ ഇവൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന ആരോപണമുണ്ട്. മാത്രമല്ല ഇവനെതിരെ 1-2 പെൺകുട്ടികൾ, സ്ത്രീകൾ പരാതി കൊടുത്ത സമയത്ത് അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവൻ്റെ പിന്നിലെന്ന്. അപ്പോൾ ഇവൻ ഏത് ന്യൂനപക്ഷത്തിനെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? അതിനിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാർ ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു വിപ്ലവ ഗാനങ്ങൾ പാടാനും മറ്റുമൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത 3 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്, വോട്ട് നോക്കി ചെയ്യണം എന്നൊക്കെ ഇവൻ പറയുമ്പോൾ ശരിക്കും UDF അഥവാ കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തന്നെയാണ് ഇവൻ പറയുന്നത്. കമ്മികൾ വിചാരിക്കും അവർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അല്ല, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഇപ്പോൾ ഏത് ന്യൂനപക്ഷമാണുള്ളത്? 99% മുസ്ലിം വോട്ടുകളും തിരിച്ച് UDFിലേക്ക് പോയി കഴിഞ്ഞു. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഭൂരിപക്ഷ പ്രകടനമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. നാടകമാണ് എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, ഭൂരിപക്ഷത്തിനും അറിയാം. പക്ഷേ ഈ വോട്ട് പോയി കഴിഞ്ഞു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഒന്ന് നോക്കുക, ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, PDP സകല പാർട്ടിയും ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലാണ്. ഭരണം കോൺഗ്രസിന് അഥവാ ലീഗിന് കിട്ടും എന്നുള്ള ധാരണയിൽ അവിടെ പോയി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ വേടൻ ഉദ്ദേശിക്കുന്ന ന്യൂനപക്ഷം, എന്തായാലും വേടൻ ഉദ്ദേശിക്കുന്ന ന്യൂനപക്ഷം എന്നത് ക്രിസ്ത്യാനികളെ അല്ല, അവൻ മുസ്ലിങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുള്ള മുന്നണിക്ക് വോട്ട് കൊടുക്കണം എന്നാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ UDFന് വോട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കമ്മികൾ ഇത് തിരിച്ചറിഞ്ഞ് ഇവനെ ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് വിപ്ലവ ഗാനങ്ങൾ എന്നുകൂടി, അല്ലെങ്കിൽ വിപ്ലവ പാട്ടെന്നുകൂടി അവൻ ചേർത്തത്. അവന് ബുദ്ധിയില്ലായ്മയൊന്നുമല്ല, അവനെ ഈ എന്തെങ്കിലുമൊക്കെ ആവുന്നതിന് മുമ്പ് അന്നം കൊടുത്ത് ഈ പരുവത്തിലൊക്കെ ആക്കിയത് ജമാഅത്തെ ഇസ്ലാമി അതുപോലുള്ള ആളുകളാണെന്നുള്ള ബോധ്യം അവനുണ്ട്. അതുകൊണ്ട് അവനൊരു അവസരം കിട്ടിയപ്പോൾ തിരിച്ച് ആ ഒരു ഉപകാര സ്മരണ ചെയ്തതാണ്. കോൺഗ്രസ് മുന്നണിക്ക് വോട്ട് കൊടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ വേടൻ അവിടെ ആഹ്വാനം ചെയ്യുന്നത്. അവൻ്റേതായിട്ടുള്ള രീതിയിൽ ഇനി 3 മാസങ്ങൾക്കപ്പുറം തെരഞ്ഞെടുപ്പുണ്ട്, വോട്ട് നോക്കി ചെയ്യണമെന്നൊക്കെ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് കുത്താൻ വേണ്ടിയിട്ടല്ല. അതിനു മുമ്പേ ഇവൻ ന്യൂനപക്ഷമല്ലാഞ്ഞിട്ടും ന്യൂനപക്ഷങ്ങളെയൊക്കെ കോട്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആരുടെ ചട്ടുകമാണ് എന്ന് ഇനിയെങ്കിലും ബോധമുള്ള സഖാക്കളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങൾ കഥ അറിയാതാണ്, കാര്യം അറിയാതാണ് ഈ ചെറുക്കനെ പൊക്കിക്കൊണ്ട് കിടക്കുന്നത്. നിങ്ങൾക്കിട്ടുള്ള പണിയാണ് കേട്ടോ, ഓർമ്മയിരിക്കട്ടെ. നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക, നോക്കി വോട്ട് ചെയ്യുക.